വടകരയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് പ്രതിഷേധമുയർന്നത്. മഹിളാ കോൺഗ്രസ് നേതാവ് പുഷ്പവല്ലി ദാരുണമായി മരിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിലാണ് പ്രതിഷേധം. ലതീഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ലതീഷ്, ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രത്യേകിച്ചും മഹിളാ കോൺഗ്രസിൽ നിന്നുമാണ് ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. സിന്ദൂരി, ഇന്ന് വൈകിട്ടാണ് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. വൈകിട്ട് ഒരു 4:30 കൂടിയാണ് മുനിസിപ്പൽ പാർക്ക് പരിസരത്ത് ഇത്തരത്തിലൊരു നാടകീയ സംഭവം അരങ്ങേറിയത്. മഹിളാ കോൺഗ്രസിന്റെ നേതാവും മുൻ വടകര മുനിസിപ്പൽ കൗൺസിലറുമായ പുഷ്പവല്ലി ബസ് അപകടത്തിൽ ഇന്ന് രാവിലെ മരിച്ചിരുന്നു. ഈ ദാരുണമായ ഇവരുടെ മരണത്തെ തുടർന്ന് അവിടെ അവരുടെ ശവസംസ്കാരം വരെ നടക്കുന്നതിന് മുമ്പായാണ് ഇത്തരത്തിൽ ഈ ഷാഫി പറമ്പിൽ എംപി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ പാർക്കിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നത്. ഇത് മാറ്റിവെക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ തയ്യാറായില്ല. ഷാഫി പറമ്പിൽ ഉദ്ഘാടകനായി, ഈ സംഘാടക സമിതി യോഗത്തിന്റെ ഉദ്ഘാടകനായി എത്തുകയും ചെയ്തു. ഈ പരിപാടി നടന്ന് ഷാഫി തിരിച്ചു പോകുമ്പോഴാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഷാഫി പറമ്പിലിന്റെ മുമ്പിലെത്തുകയും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ നിന്ന് ഈ പ്രവർത്തകരെ പിന്നീട് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ഇടപെട്ട് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രവർത്തക, ജനറൽ സെക്രട്ടറി കൂടിയായ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക ഇന്ന് ബസ് അപകടത്തിൽ ദാരുണമായി മരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഘാടക സമിതി രൂപീകരണ യോഗം വടകര ടൗണിൽ തന്നെ ചേർന്നത്. ഇതിലുള്ള പ്രതിഷേധമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സിന്ധൂരി, ലതീഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ പി തങ്കച്ചൻ മരിച്ച സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ മറ്റൊരു കാരണം. അതായത് ഈ ഒരു മരണവാർത്ത പുറത്തറിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇത്തരത്തിൽ ഒരു ആഘോഷ പരിപാടി നടന്നത് നമ്മൾ കണ്ടിരുന്നു കൊല്ലത്ത്. ഇപ്പോൾ ഇവിടെയും നമുക്ക് വടകരയിലും കാണുവാൻ സാധിക്കുന്നത് സമാനമായ സാഹചര്യമാണ്. കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു കോൺഗ്രസ് പ്രവർത്തക തന്നെ മരണപ്പെട്ടിട്ടും അവരുടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. എത്ര ക്രൂരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം അവർ അണികളോട് തന്നെ പെരുമാറുന്നത്, അല്ലേ? പ്രത്യേകിച്ചും ഷാഫി പോലുള്ള ആളുകൾ. ഫെസ്റ്റിവൽ ആരംഭിച്ചതല്ല, അതിന്റെ സംഘാടക സമിതിയുടെ രൂപീകരണ യോഗമാണ്. അത് പൊതുസ്ഥലത്ത് മുനിസിപ്പൽ അവിടെ പാർക്കിൽ തന്നെയാണ് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മൂന്നാമത് ഫെസ്റ്റിവലാണ്, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് അവർ സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടകരയിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഇന്ന് സംഘാടക സമിതി രൂപീകരണമാണ് നടന്നത്. അത് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. കാരണം അത് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനായുള്ള ഒരു യോഗം മാത്രമാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തക, നഗരസഭ മുൻ കൗൺസിലറാണ് ഇന്ന് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം ഇത്തരത്തിൽ ഉയർന്നത്. എന്നാൽ അതിനെ ചെവിക്കൊള്ളാൻ ഈ സംഘാടകരോ അതേപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിയ ഷാഫി പറമ്പിലോ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ വടകരയിൽ നിന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സിന്ധൂരി, വ്യക്തമാണ് ലതീഷ്. വടകരയിലാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു പ്രതിഷേധമുയർന്നത്. മഹിളാ കോൺഗ്രസ് നേതാവ് പുഷ്പവല്ലി ദാരുണമായി മരിച്ചതിന് പിന്നാലെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.